ഈ കോടതിയിൽ വക്കീൽമാർ തമ്മിൽ വാഗ്വാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതായത് അഡ്വക്കേറ്റ് ബി എ ആളൂരും ആദ്യം അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് ടെനിയും തമ്മിലാണ് വാഗ്വാദം ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ ബി എ ആളൂർ പൾസർ സുനിയുടെ വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങിയെന്ന് ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ തമ്മിൽ വഴക്കായിരിക്കുന്നത്. വിവരങ്ങളുമായിട്ട് ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, എന്താണ് സംഭവിച്ചത്? മനു, നമുക്കറിയാം പൾസർ സുനിയെ കോടതിയിലേക്ക് ഹാജരാക്കിയതിന് തൊട്ട് പിന്നാലെയാണ് അഡ്വക്കേറ്റ് ബി എ ആളൂർ കോടതിയിലേക്ക് എത്തിയത്. കോടതിക്ക് പുറത്ത് വെച്ച് ആധികാരികമായി കേസിനെ സംബന്ധിച്ചും പൾസർ സുനിക്ക് വേണ്ടി ഏത് തരത്തിലാണ് മുമ്പോട്ട് നീങ്ങുന്നതെന്നും ജാമ്യാപേക്ഷ സമർപ്പിക്കേണ്ടതില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ആധികാരികമായി തന്നെ പുറത്ത് വെച്ച് പറഞ്ഞത് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തതാണ്. തുടർന്നാണ് സുനിയെ അകത്തേക്ക് കയറ്റുന്നതും അഭിഭാഷകൻ ആളൂർ അകത്തേക്ക് കയറുന്നതും. കോടതിക്കുള്ളിൽ വെച്ച് പൾസർ സുനി അഭിഭാഷകനെ മാറ്റണമെന്നൊരു അപേക്ഷ കോടതിക്ക് മുന്നിൽ വെച്ചു എങ്കിൽ പോലും നിലവിൽ ഇന്ന് സുനിക്ക് വേണ്ടി ഹാജരായത് കഴിഞ്ഞ ദിവസം വരെ സുനിയുടെ അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് ടിനി ആയിരുന്നു. അഡ്വക്കേറ്റ് ടിനി ഈ ഒരു ഘട്ടത്തിൽ അഡ്വക്കേറ്റ് ആളൂർ കോടതിക്കുള്ളിൽ കയറി കേസിൻ്റെ നടപടികളുമായി പരിശോധിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അഡ്വക്കേറ്റ് ടിനി കോടതിക്ക് പുറത്ത് നിൽക്കുകയായിരുന്നു. അല്പസമയം മുമ്പാണ് അഡ്വക്കേറ്റ് ടിനി കോടതിക്കുള്ളിലേക്ക് കയറുകയും കേസ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് കയറി കഴിഞ്ഞ ദിവസം ജയിലിലെത്തി അഡ്വക്കേറ്റ് ആളൂർ സുനിയെ കൂടിക്കാഴ്ച നടത്തിയ കാര്യം പറയുന്നത് ഇത്തരത്തിൽ ജയിലിലെത്തി പ്രതിയെ കണ്ട് കേസ് ഏറ്റെടുക്കുന്ന ഒരു പ്രവണത നിലനിൽക്കുന്നില്ല, അത്തരത്തിലൊരു കാര്യം അംഗീകരിച്ചു കൊടുക്കാവുന്നതല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ, നിലവിൽ താനാണ് കേസ് കൈകാര്യം ചെയ്തിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ടിനി കോടതിക്ക് മുന്നിൽ വ്യക്തമാക്കി. അതിനിടയ്ക്ക് ഇരുവരും തമ്മിൽ അഭിഭാഷകന്മാരായ ടിനിയും ബി എ ആളൂരും തമ്മിൽ കോടതിക്കുള്ളിൽ വെച്ച് വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലും എത്തി. ഈ ഒരു സാഹചര്യത്തിൽ കോടതിക്ക് ഇവരെ താക്കീത് ചെയ്യേണ്ടി വന്നു. അനാവശ്യമായ കാര്യങ്ങൾ കോടതിക്കുള്ളിൽ ചർച്ചയാക്കരുത്, ഇത്തരത്തിൽ വലിയൊരു കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു കേസ്, ആ കേസിൻ്റെ നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുമ്പോൾ അനാവശ്യ കാര്യങ്ങൾ കോടതിക്കുള്ളിലേക്ക് വലിച്ചിരക്കരുത്, മറ്റ് തർക്കങ്ങളുണ്ടെങ്കിൽ അത് കോടതിക്ക് പുറത്ത് വേണമെന്നൊരു താക്കീതാണ് മജിസ്ട്രേറ്റ് ഇരുവർക്കും നൽകിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനു ശേഷം ഇരുവരും ശാന്തരായി കോടതിക്കുള്ളിൽ നടപടികളിൽ മുഴുകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ കേസിൻ്റെ തുടർ നടപടികളിൽ ആരാണ് ഇപ്പോൾ കേസിൽ സുനിയുടെ അഭിഭാഷകനായി തുടരുക എന്നൊരു കാര്യത്തിലാണ് ഇപ്പോൾ സുനി അഭിഭാഷകനെ മാറ്റാനുള്ളൊരു ആവശ്യം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് തുടർന്നും ടിനിക്ക് അഭിഭാഷകൻ്റെ ചുമതല നിർവഹിക്കാനാവുമോ, അത് ഇന്ന് തന്നെ അഭിഭാഷക സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ ആളെ വെക്കാൻ സാധിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഇത്തരത്തിൽ കോടതിക്കുള്ളിൽ നടന്നൊരു വാക്കേറ്റത്തിൽ കോടതിയുടെ സഹകാരം അഡ്വക്കേറ്റ് ബി എ ആളൂരിനും അഡ്വക്കേറ്റ് ടിനിക്കും നേരെ ഉണ്ടായിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ കോടതി നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ദിൽജിത്ത്, ഈ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്, അതായത് സാധാരണ ഒരു കേസിൽ വരുമ്പോൾ കക്ഷികൾ വക്കീലന്മാരെ തേടി അല്ലെങ്കിൽ വക്കീലന്മാർ വന്ന് കേസ് ഏൽപ്പിക്കുകയാണ്, കക്ഷികളോ അവരുമായി ബന്ധപ്പെട്ട ആളുകളോ. പക്ഷേ ഇവിടെ ഈ അഡ്വക്കേറ്റ് ബി എ ആളൂർ ജയിലിൽ പോയി തേടി പിടിക്കുകയായിരുന്നു കക്ഷിയെ, സുനിയെ. ഇത് ഇങ്ങനെ ഒരു നിയമം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നടപടി കേട്ടുകേൾവിയില്ല എന്ന രീതിയിലാണോ അഡ്വക്കേറ്റ് ടെനി ഈ കാര്യം കോടതിയിൽ വാഗ്വാദത്തിനിടെ പറഞ്ഞത്? തീർച്ചയായും അല്പസമയം മുമ്പ് സുനിയെ അകത്തേക്ക് കയറ്റി അല്പസമയത്തിനകമാണ് അഡ്വക്കേറ്റ് ബി എ ആളൂരിൻ്റെ വാഹനം ഇവിടെ എത്തിയത്. നമുക്ക് സംശയിക്കാം, ഒരുപക്ഷേ സുനിയുടെ വാഹനം ജയിലിൽ നിന്ന് പുറപ്പെട്ടതിന് ഒപ്പം തന്നെ വാഹനത്തെ അനുഗമിച്ച് തന്നെ ആയിരിക്കണം ബി എ ആളൂരിൻ്റെ വാഹനവും ഇവിടേക്ക് എത്തിയിട്ടുണ്ടാവുക. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തി ഇത്തരത്തിൽ വക്കാലത്ത് തന്നെ ഏൽപ്പിക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ജയിലിൽ വെച്ച് തന്നെയാവും സുനിയുമായി സംസാരിച്ച് ഉറപ്പ് വരുത്തിയിട്ടുണ്ടാവുക. അത് അനുസരിച്ച് തന്നെയാവും ഇത്തരത്തിൽ വാഹനത്തിൽ വന്ന സുനിയെ അകത്തേക്ക് പോയി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആളൂർ കോടതിക്ക് മുമ്പിൽ എത്തുകയും പുറത്തിറങ്ങിയ ആളൂർ മാധ്യമങ്ങൾക്ക് മുന്നിൽ സുനിയുടെ ഔദ്യോഗിക അഭിഭാഷകനായി ചമഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ നേരിട്ട് പറയുക, വ്യക്തമാക്കുക, സുനിക്ക് വേണ്ടി വക്കാലത്ത് സമർപ്പിക്കുമെന്നും അതോടൊപ്പം സുനിക്ക് വേണ്ടി ജാമ്യാപേക്ഷ നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അതിൻ്റെ കാരണങ്ങൾ ഇന്ന കാരണങ്ങളാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ബി എ ആളൂർ വ്യക്തമാക്കിയത്. ഈ സമയത്തെല്ലാം തന്നെ ഈ അഡ്വക്കേറ്റ് മുൻപ് കേസ് കൈകാര്യം ചെയ്തിരുന്ന അഡ്വക്കേറ്റ് ടിനി ഈ കോടതി പരിസരത്ത് ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഈ ഒരു കാര്യങ്ങളിലൊന്നും ഇടപെട്ടില്ല. കേസ് തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ തന്നെ അഡ്വക്കേറ്റ് ബി എ ആളൂർ കോടതിക്കുള്ളിലേക്ക് കയറുകയും നടപടികളുമായി മുമ്പോട്ട് നീങ്ങുകയും ചെയ്തു.
ഈ ഒരു ഘട്ടത്തിൽ അഡ്വക്കേറ്റ് ടിനി പുറത്ത് നിൽക്കുകയായിരുന്നു. മാധ്യമപ്രവർത്തകരായി സംസാരിച്ചും മറ്റ് വിവരങ്ങൾ ചർച്ച ചെയ്യാനും പുറത്തു നിന്ന അഡ്വക്കേറ്റ് ടിനി അല്പസമയം മുമ്പാണ് കോടതിക്ക് ഉള്ളിലേക്ക് കയറിയത്. തുടർന്ന് അഭിഭാഷകനെ മാറ്റണമെന്നൊരു പ്രതികരണം സുനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഈ ഒരു ഘട്ടത്തിലാണ് ഈ അഡ്വക്കേറ്റ് ടിനിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ അഡ്വക്കേറ്റ് ബി എ ആളൂരിൻ്റെ നടപടിയെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നടപടി ഉണ്ടാകുന്നത്. ജയിലിലെത്തി ഈ പ്രതികളെ ക്യാൻവാസ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് അഡ്വക്കേറ്റ് ബി എ ആളൂർ പോയിട്ടുണ്ട്. അത്തരത്തിലൊരു നടപടി കേട്ടുകേൾവിയില്ലാത്തതാണ്, അസാധാരണമാണ്, അത് അംഗീകരിച്ച് നൽകാൻ സാധിക്കില്ല എന്നടക്കമുള്ള പരാതികൾ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ എതിർത്തുകൊണ്ട് ആണ് അഡ്വക്കേറ്റ് ടിനിയോട് ശകാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തോട് കയർത്തുകൊണ്ടാണ് കോടതി മുറിക്കുള്ളിൽ അഡ്വക്കേറ്റ് ബി എ ആളൂർ പ്രതികരിച്ചത്. ഇവരുടെ സംസാരം അല്പസമയത്തേക്ക് കോടതി നടപടികളെ സ്തംഭിപ്പിച്ചു. ഈ ഒരു ഘട്ടത്തിലാണ് കോടതി അഡ്വക്കേറ്റ് ബി എ ആളൂരിനെ ശകാരിച്ചത്. മറ്റ് കാര്യങ്ങൾ, കേസുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ കോടതിക്കുള്ളിലേക്ക് വലിച്ചിരിക്കുന്നതും കോടതിക്കുള്ളിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് വാക്കേറ്റത്തിന് തുടക്കം കുറിക്കുന്നതും അനാവശ്യ കാര്യമാണ് എന്ന് പറഞ്ഞ് ശകാരിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ കോടതി നടപടികൾ സുഗമമായി തന്നെ മുമ്പോട്ട് നീങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും. ഒരുപക്ഷെ ദിൽജിത്ത്, ആ സംഭവത്തിലേക്ക് ഒരിക്കൽ കൂടി വന്നാൽ, ഈ തന്റെ വക്കാലത്ത് താൻ അഡ്വക്കേറ്റ് ബി എ ആളൂരിന് നൽകുകയാണ് എന്ന് കോടതിയിൽ പൾസർ സുനി ബോധിപ്പിച്ച സാഹചര്യത്തിൽ ഈ തർക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇനി സ്വാഭാവികമായും കോടതിയുടെ സമക്ഷത്ത് കാര്യം അറിയിച്ച സ്ഥിതിക്ക് വക്കാലത്ത് ആളൂരിന് തന്നെ ആവില്ലേ? കോടതിയുടെ പരമാധികാരത്തിൽ പെടുന്ന കാര്യമാണെങ്കിൽ പോലും അങ്ങനെ തന്നെയല്ലേ ഇനി കരുതേണ്ടത്? തീർച്ചയായും അഭിഭാഷകനെ മാറ്റണമെന്നൊരു അപേക്ഷ കോടതിക്ക് മുമ്പിൽ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അഭിഭാഷകനെ മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് സുനിക്കായി വക്കാലത്ത് ഏറ്റെടുക്കാനായി ഹാജരായിരിക്കുന്ന അഡ്വക്കേറ്റ് ബി എ ആളൂരിന് കേസ് കൈമാറുക എന്നൊരു നടപടി മാത്രമാണ് അവശേഷിക്കുന്നത്. എന്നിരുന്നാൽ പോലും കോടതി മുറിക്കുള്ളിൽ വെച്ച് ഇത്തരത്തിൽ നിലവിൽ കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഇന്ന് സുനിയെ പ്രതിനിധാനം ചെയ്ത് കോടതിയിൽ ഹാജരായിരിക്കുന്നത് അഡ്വക്കേറ്റ് ടിനിയാണ്. അതുകൊണ്ട് തന്നെ ടിനിക്ക് അതിൻ്റെതായ പ്രത്യേക അധികാരങ്ങൾ ഉള്ളതാണ്. ഇന്ന് പ്രതിക്ക് വേണ്ടി ഹാജരായിരിക്കുന്ന അഭിഭാഷകന് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുവാനും പ്രതിക്ക് വേണ്ടി സംസാരിക്കുവാനുമുള്ള അവകാശമുണ്ട്. ആ ഒരു അധികാരത്തെ മറികടന്നുകൊണ്ടാണ് ഇന്ന് കോടതിയിൽ ആളൂർ ഹാജരാവുകയും മറ്റു നടപടികളിൽ ഇടപെടുകയും ചെയ്തത്. ആ ഒരു സംഭവം കൊണ്ട് തന്നെയായിരിക്കാം ഇത്തരത്തിൽ ആളൂരിനെ ശകാരിക്കുന്ന ഒരു നടപടിയിലേക്ക് കോടതി എത്തിച്ചേർന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് അനുമാനിക്കാം. കോടതിക്കുള്ളിൽ വെച്ച് ഇത്തരത്തിൽ ടിനി മറ്റു കാര്യങ്ങൾ, കോടതിക്ക് പുറത്തുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ അകാരണമായി അദ്ദേഹം പെട്ടെന്ന് ശബ്ദം ഉയർത്തി സംസാരിക്കുകയും ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലേക്ക് എത്തി. ഇതാവാം ഒരുപക്ഷെ ആളൂരിനെ ശകാരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കോടതിയെ എത്തിച്ചിട്ടുണ്ടാവുക. ഏതായാലും ഇപ്പോൾ അത്തരത്തിലുള്ള ആർക്കാവും തുടർന്നുള്ള ഇന്ന് തന്നെ ആളൂരിന് കേസിൻ്റെ നടപടികൾ കൈമാറാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ മുമ്പോട്ട് നടക്കേണ്ട കാര്യങ്ങൾ, സുനിക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ടോ, അതോടൊപ്പം പോലീസ് സുനിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നുണ്ടോ എന്ന കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത്. തീർച്ചയായിട്ടും ദിൽജിത്ത്, ഈ തർക്കങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കോടതി നടപടികൾ വീണ്ടും പുനരാരംഭിച്ച് പഴയ രീതിയിലേക്ക് തന്നെ നടപടികൾ ഇപ്പോഴും തുടരുകയാണോ? തീർച്ചയായും ആദ്യഘട്ടത്തിൽ സുനിയെ ഹാജരാക്കി സുനിക്ക് കസ്റ്റഡി കാലയളവിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കേട്ട കോടതി ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ സുനിയെ പരിശോധിച്ച ഡോക്ടറിൽ നിന്നുള്ള മൊഴിയും രേഖപ്പെടുത്തി. ഡോക്ടറുടെ വിസ്താരം പൂർത്തിയാക്കിയ ശേഷമാണ് സുനിക്ക് അഭിഭാഷകനെ